ഹലോ ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ദോഹയിലേക്ക് പോവാണ്. അശോകേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിൻ്റെ ട്രീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പോവാം. ഇതിപ്പോൾ നമ്മളുടെ കാലത്തെ ചേട്ടൻ നമ്മൾ ചെറുതായിട്ട് കൊടുത്തൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ, ആളുടെ വൈഫ് പറഞ്ഞിട്ട്. ഞാൻ അറിഞ്ഞില്ല. വൈഫിനോട് എന്താ പറയാനുള്ളത്? കുളിക്കി കുളിക്കി അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നാട്ടിൽ നിന്ന് നമ്മളുടെ ഖത്തറിൽ നമ്മളുടെ ഫാമിലി റിലേറ്റീവ്സ് ആർക്കാണെങ്കിലും സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പേജ് മെൻഷൻ ചെയ്യും, അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വൺസ് അഗെയിൻ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് എത്തി. ദോഹ വരെ ട്രാവൽ ചെയ്തു ഫ്രം അൽക്കോർ. നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയത് സൈത്തൂൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ, ദോഹയിലുള്ളതാണ്. നല്ല തിരക്കായിരുന്നു അവിടെ എത്തിയ സമയത്ത്. അപ്പോൾ നമ്മളുടെ വിശപ്പ് മാറ്റാനായിട്ട് അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. നമുക്ക് സ്ലോട്ട് അങ്ങനെ കിട്ടി, കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ നമ്മളുടെ സീറ്റിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും എന്തൊക്കെയാണ് ഓർഡർ ചെയ്യാന്നുള്ളതിൻ്റെ ഡിസ്കഷനിലായിരുന്നു കേട്ടോ. കുറേ ഡിസ്കസ് ചെയ്ത് എല്ലാ മലയാളീസിനെ പോലും ഞങ്ങൾ ഫൈനലി എത്തി നമ്മളുടെ ബിരിയാണിയിൽ. അതുകൂടാതെ നമ്മൾ സീ ഫുഡ് പ്ലേറ്ററും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം കേട്ടോ. കുഞ്ഞാറ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു പവറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മട്ടൺ ബിരിയാണി കോംബോ ആണ് കേട്ടോ ഇവർ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവർക്ക് സ്പെഷ്യലായിട്ട് ഇലയൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മളുടെ സീ ഫുഡ് പ്ലേറ്റർ വന്നിരിക്കുകയാണ്. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ പ്രോൺസ് ഉണ്ടായിരുന്നു, ക്രാബ്, സ്ക്വിഡ്, പിന്നെ നമ്മളുടെ ഫിഷ്, അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. എല്ലാം ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ബിരിയാണിയും നല്ല തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും സംതൃപ്തരായി ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന്. നമ്മളെവിടെ പോലും ഫോട്ടോ സെഷൻ മറക്കില്ലല്ലോ, അപ്പോൾ അതിനുശേഷം കുറച്ച് ഫോട്ടോ സെഷൻ ടൈമായിരുന്നു. സിംഗിൾസും ഗ്രൂപ്പ്സും അങ്ങനെ കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തു കേട്ടോ. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ഫ്രൈഡേ ഈവനിങ് ആയിരിക്കണം. എത്ര പെട്ടെന്ന് ഫ്രൈഡേ കഴിഞ്ഞല്ലേ. ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഡേ വെൽ സ്പെൻഡ്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടിരിക്കുമ്പോഴായിരുന്നു അശോകേട്ടൻ വിളിച്ചത്, എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഹെവി ആയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചതുകൊണ്ട് ലൈറ്റായിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച് ടീ ടൈമിലോട്ട് പോയി ജ്യൂസും സാൻഡ്വിച്ചും കഴിച്ചു കേട്ടോ. ആ ട്രാൻസാക്ഷൻ ഞങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഈ കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ബൈ എവ്രിവൺ.